കഴിക്ക്. ഈ ഉണക്ക ബ്രെഡ് തിന്നാനാണല്ലോ എന്റെ വീതി. എടി ഇതെങ്കിലും കിട്ടിയില്ലേ, എടുത്ത് കഴിക്ക്. അല്ല, ഫുഡ് വീഡിയോ കണ്ടിരുന്ന് തിന്നാം. ചേച്ചി ഇത് നോക്ക് ചേച്ചി, അമ്മ എന്തോന്ന് കാണിക്കുന്നേ? കോമഡി തന്നെ. കോമഡി അല്ല, നീ ആ ലൈക്സും വ്യൂസും നോക്കിയ. ദൈവമേ, 230Kയോ? 25K ഫോളോവേഴ്സ്. ഇതെന്തോന്ന് ചേച്ചി? ഇന്നലെ അക്കൗണ്ട് തുടങ്ങിയേ. ഇത്ര പെട്ടെന്ന് എങ്ങനെ? ഈശ്വര, 1 വർഷം മുമ്പ് അക്കൗണ്ട് തുടങ്ങി. എനിക്ക് പോലും ഇല്ല ഇത്രയും ഫോളോവേഴ്സ്. ആ കൂടെ 1200 ഫോളോവേഴ്സും 200 ലൈക്കും. അച്ഛന്റെ അമ്മയുടെ വീഡിയോക്ക് 1 മില്യൺ വ്യൂസ്. ഈശ്വര, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് കൂടിയേ? ഇവിടെ എന്റെ ജിം വീഡിയോ ഇട്ടിട്ട് പോലും എനിക്ക് ഇത്രയും വ്യൂസ് ഇല്ല. കൊണ്ടുപോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, നീയാണ് ഈ ടൈമിംഗ് പോരാ, അതുപോലെ ഇത് പോരാന്ന് പറഞ്ഞിട്ട് എന്റെ വീഡിയോ എന്റെ ഇതില് അക്കൗണ്ടിൽ എടുത്തിരുന്നെങ്കിൽ എനിക്ക് കയറിയാൻ ഈ ഫോളോവേഴ്സും ലൈക്കൊക്കെ. ഞാൻ വല്ല പറഞ്ഞ ഇതിപ്പോ ഇങ്ങനെ ആവൂന്ന്. ചേച്ചി, ഇനിയിപ്പൊ ഞാൻ നോക്കിയിട്ട് ഒരു ഐഡിയ കാണുന്നുള്ളൂ. നമുക്ക് നൈസായിട്ട് ചെന്ന് അമ്മയുടെ അടുത്ത് പോയി അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് റീൽസ് ചെയ്യാം അമ്മയുടെ കൂടെ. എന്നിട്ട് അമ്മയെ കൊണ്ട് ടാഗ് ചെയ്യിപ്പിക്കാം നമ്മുടെ അക്കൗണ്ട്. അപ്പൊ അത് റീച്ച് കിട്ടിയാലോ? അതിന് അമ്മ സമ്മതിക്കുമോ? അതൊക്കെ സമ്മതിക്കും. നമ്മുടെ അമ്മയുടെ സ്വന്തം മക്കളല്ലേ, സമ്മതിക്കാതിരിക്കില്ല. എന്താ പറയുന്നു? എന്നാ പോയി സോപ്പിടാം. മണിക്കുട്ടി, എനിക്ക് ഇപ്പോഴാണ് സത്യത്തിൽ നിന്നെ പറ്റി അഭിമാനം തോന്നുന്നത്. ഇത്രയും കാലം ഇല്ലായിരുന്നു. ഇത്രയും കാലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ അതങ്ങ് ഇരട്ടിയായി. മണി ഇരട്ടിയായി. അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഇന്ന് നാം പൊളിക്കണം. അമ്മ, അതെ, റീൽസ് ഒക്കെ ഹിറ്റ് ആയല്ലേ? അതെ അതെ അമ്മ, നമുക്ക് റീൽസ് ഒക്കെ ചെയ്യണ്ടേ? പേയ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? പേയ്മെന്റ്? അതെ, മണിത മാസിനി മുതൽ പേയ്മെന്റ് എടുത്തേ എന്ത് ചെയ്യുന്നുള്ളൂ. ഇപ്പഴേ ഒത്തിരി ആഡ്സ് ഒക്കെ വരുന്നുണ്ട്, നല്ല പേയ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ തന്നെയാ പറഞ്ഞത്, മണി ഇനി പേയ്മെന്റ് എടുത്ത് മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്താൽ മതി. അയ്യോ അച്ഛാ, മറ്റുള്ളവർക്കല്ലേ, ഇത് ഞങ്ങള് മക്കളല്ലേ. മക്കളായാലും മരുമക്കളായാലും പേയ്മെന്റ് വാങ്ങിച്ചേ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ബിസിനസ് ഇസ് ഓൾവേസ് ബിസിനസ്. ഹലോ, അതെ, ഐ എം രവീന്ദ്രനാഥ്, മണിത മാസിൻ. അതെ അതെ അതെ, മണിത മാസിന്റെ ഹസ്ബൻഡ് കം മാനേജർ. യെസ്, സ്പീക്കിംഗ്. പറഞ്ഞോളൂ. സിനിമയില്ല? അയ്യോ, സാറിന്റെ പടമൊക്കെ എല്ലാം ഹിറ്റല്ലേ? ഓ, എന്നത്തേക്കായിരിക്കും? ഓക്കെ, ഞാൻ മേഡമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. നോ, നിങ്ങളൊരു 10 മിനിറ്റ് ഇനി ഇങ്ങോട്ട് വിളിക്കൂ. ഓക്കെ, ഇങ്ങോട്ട് വരുന്നോ? ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. യു ആർ വെൽക്കം. ഡെഫിനറ്റ്ലി. ഓക്കെ, താങ്ക് യു. മണി ഇപ്പൊ വിളിച്ച ആരെന്നറിയുമോ? മണിരത്നം സാറിന്റെ മാനേജർ, ഡയറക്ടർ. എന്തിന്? സിനിമയില് നിനക്ക് അവരുടെ അടുത്ത സിനിമയിൽ നിന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രധാന വേഷം ഒരു അമ്മ വേഷമാണ്. അയ്യേ, അമ്മ വേഷോ? എന്റെ മണിക്കുട്ടി, അമ്മ വേഷമാണെങ്കിലും പ്രധാന വേഷമാണെന്ന്. അല്ല, എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂല, അറിഞ്ഞൂടാ. നിനക്ക് പറ്റും. എടി, അവരിപ്പൊ ഇങ്ങോട്ട് വരുന്നത് എന്തിനറിയുമോ? നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ വേണം. അതല്ല, അമ്മയുടെ സിനിമയിൽ ആര് കൂടെ പോവും? ഞാൻ പോവും, ഈ രവീന്ദ്രൻ പോവും. അപ്പൊ ബാങ്കിലോ? ബാങ്കിലെ ഞാൻ ലീവ് എടുക്കും. അയ്യോ, അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ പാടില്ല. ഒരു ദിവസം പോലും ലീവ് എടുക്കാത്ത അച്ഛൻ ലീവ് എടുക്കാൻ പോകുന്ന? അതാണ്, അല്ലെങ്കിൽ ലീവ് എടുക്കണ്ട. ലീവ് എടുക്കാൻ പാടില്ല. മണി, ഞാൻ ജോലി അങ്ങ് റിസൈൻ ചെയ്യാം. അതാണ് നല്ലത്. അതാവുമ്പോ എനിക്ക് ഫുൾ ടൈം മാനേജർ ആവും. കൂടെ ഞാൻ ഉണ്ട്. ഗുഡ് ഡിസിഷൻ. ഇപ്പൊ തന്നെ രാംകുമാർ സാറിനെ വിളിച്ചു. ഹലോ സാർ. നമസ്കാരം സാർ. രവീന്ദ്രൻ സാർ, ഞാൻ ഇനി ഒരു ജോലിക്ക് പറഞ്ഞില്ല കേട്ടോ. ഇല്ല സാർ, ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് കേട്ടാ മതി. സാറേ, സോറി, ഐ എം വെരി ബിസി സാർ, സോറി. ഓക്കെ സാർ, ഞാൻ ഇനി മുന്നിൽ വരുന്നില്ല, ഞാൻ റിസൈൻ ചെയ്യാണ് സാർ. ഓക്കെ സാർ, സോറി. കഥ പറയാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ വിളിച്ചു പറഞ്ഞു. അച്ഛൻ എന്തോന്നാ കാണിച്ചേ? അമ്മേ, ഒരു കാര്യം ഞാൻ പറയാം. ഈ സിനിമയൊക്കെ ഇപ്പോഴത്തെ
ട്രെൻഡിനനുസരിച്ച് വരുന്നതാണ്. അത് എപ്പോഴും ഉണ്ടാവില്ലേ. അതാണ്. ഹലോ, ജോലി പോയി കഴിഞ്ഞാൽ അവസാനം നമ്മൾ പട്ടിണി കിടന്ന് ചാവേണ്ടി വരും. അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.